പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനെ പറ്റിയിട്ടാണ്. ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പുതിയ SCERT പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾക്ക് ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു, അതേപോലെ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നു. ഇതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1992 ജനുവരി 31-ന് ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, രാഷ്ട്രപതിയല്ല. വനിതാ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 3 വർഷം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായിട്ടുള്ള അധികാരങ്ങളും ചുമതലകളുമാണ് വനിതാ കമ്മീഷനുള്ളത്, ദേശീയ വനിതാ കമ്മീഷനുള്ളത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാവർക്കും അറിയായിരിക്കും. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ: സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അതേപോലെ സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിന് സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇത്രയും ചുമതലകളാണ് ദേശീയ വനിതാ കമ്മീഷന് ഉള്ളത്. സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളും ഉണ്ട്. അതിലൊന്നാണ് സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. 1961 പാർലമെന്റ് നിയമം പാസാക്കുന്നത്. അടുത്ത നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26-നാണ് ഈ നിയമം നിലവിൽ വന്നത്, പ്രാബല്യത്തിൽ വന്നത്. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളും എവിടെ വരുന്നു? ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1996 മാർച്ച് 14. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്, കവയിത്രി സുഗതകുമാരി. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളും ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളും സംസ്ഥാന വനിതാ കമ്മീഷനിലുണ്ട്. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. 5 വർഷം അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ പ്രധാന ചുമതലകളിൽ പെടുന്നത്. 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരം ആസ്ഥാനം. ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി ആയിട്ടുള്ള സുഗതകുമാരി. 5 അംഗങ്ങളാണുള്ളത്. അതായത് ഒരു കമ്മീഷനും അതേപോലെ 4 അംഗങ്ങളും, ചെയർപേഴ്സണും 4 അംഗങ്ങളും ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇത്രയാണ് വനിതാ കമ്മീഷനെ കുറിച്ച് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.